ആദ്യം തന്നെ പറയട്ടെ, ഇത് തമിഴ്നാടല്ല. നമ്മുടെ കൊല്ലത്ത് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി കൃഷി ചെയ്തിരിക്കുന്ന ജമന്തി പൂക്കളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ കാഴ്ച വയ്ക്കുന്ന നല്ല ഒന്നാന്തരം നാടൻ അമരയ്ക്ക. ജമന്തി മാത്രമല്ലാതെ ബന്ദി, 2 ടൈപ്പ് വാടാമുല്ല എന്നിവയുടെ പാടവും ഇവിടെയുണ്ട്. ഇത് കാണണമെങ്കിൽ കുളക്കടയിലുള്ള ധരണി ഫാമിലേക്ക് വന്നേ മതിയാകും. പച്ചക്കറികൾ, കിഴങ്ങുകൾ, പഴങ്ങൾ, മീൻ എന്നിവയെല്ലാം മായം കലരാതെ ഇവിടെ നിന്നും വാങ്ങും. അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നവയുടെ വിൽപ്പനയും തൊട്ടുമുകളിലുള്ള സ്റ്റോളുകളിലുണ്ട്. കൂടാതെ ലഘുഭക്ഷണത്തിന് പ്രത്യേകം സ്റ്റോൾ. 6 ഐറ്റം പുഴുക്കും കാന്താരി ചമ്മന്തിയും മുളകു ചമ്മന്തിയും ചേർത്ത് വെറും 50 രൂപയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പുഴുക്ക് ലഭിക്കും. അതുകൂടാതെ ഇലയട, തിരളി എന്നീ ആവിയിൽ വേവിച്ച പലഹാരങ്ങളും ഇവിടെ നിന്നും വാങ്ങാം. എൻ്റെ പേര് ശ്രീത്ത് എന്നാണ്. ഇതിപ്പോൾ നമുക്കിവിടെ മൊത്തം 3.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഇപ്പം നിലവിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളും, പിന്നെ ബന്ദിപ്പാടമുണ്ട്, പിന്നെ വാടാമല്ലി, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാ വർഷവും നമ്മൾ സൂര്യകാന്തിപ്പാടം സെറ്റ് ചെയ്യുന്നതായിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്രാവശ്യം സൂര്യകാന്തിപ്പാടം സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബന്ദിപ്പാടം സെറ്റ് ചെയ്തു. ഇതിപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വിളവെടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നതും. അവിടെ നിന്ന് തന്നെയാണ് അപ്പുറത്തെ പുഴുക്കടയിലൊക്കെ സാധനങ്ങൾ എടുത്ത് വേവിച്ച് കസ്റ്റമർക്ക്. ഇവിടെ ഒരു 3 ഏക്കർ, പിന്നെ പുത്തൂര്, ഇടയ്ക്കടം, അങ്ങനെ മൊത്തം 8 ഏക്കറുണ്ട്. പിന്നെ അപ്പുറത്ത് 2 ഏക്കർ വീണ്ടും ലീസിന് എടുത്തിട്ടുണ്ട്. കുളം റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വളർത്തുമീനുകളൊക്കെ ഉണ്ട്. അത് ഓണം കഴിയുമ്പോൾ അതിൻ്റെ വിളവെടുപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങുമല്ല, കൊണ്ടുതരുന്നുണ്ട്. ആൾക്കാരെ അറിഞ്ഞ് കേട്ട് കൊണ്ടുതരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് അടൂര് പോകുന്ന വഴി ഏനാത്തെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുളക്കടയിലാണ് ധരണി ഫാംസിന്റെ ലൊക്കേഷൻ.